കുടുംബങ്ങളിലെ ആശയവിനിമയം ഇതാണ് ഈ പ്രത്യേക മാസത്തിൽ നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുന്ന വിഷയം. കുടുംബ ബന്ധങ്ങളെ ഏറ്റവും നന്നായി വളർത്താൻ കുടുംബങ്ങളിൽ പരസ്പരം സംസാരിക്കാനും പരസ്പരം കേൾക്കാനും കഴിയുന്ന ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉള്ളിലെ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കാനും പരസ്പരം കൈമാറാനും കഴിയുമ്പോൾ മാത്രമേ അത് വളരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവരുടെ സ്നേഹം മക്കളോട് പ്രകടിപ്പിക്കുന്നത് പരസ്പരം അവരോട് സംസാരിച്ചുകൊണ്ടായിരിക്കണം. മക്കളും അതുപോലെ തന്നെയാണ് മാതാപിതാക്കളോട് സംസാരിക്കുന്ന, പരസ്പരം ആശയങ്ങൾ കൈമാറുന്ന ഒരു നല്ല അന്തരീക്ഷം, സ്നേഹപൂർവമായ അന്തരീക്ഷം ഉണ്ടാകണം. അങ്ങനെയുള്ളൊരു സ്നേഹമുള്ള അന്തരീക്ഷം ഉണ്ടാകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആശയവിനിമയത്തിൽ, പരസ്പരമുള്ള സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും സംസാരിക്കുന്ന ഭാഷയായിരിക്കും പൊതുവെ ആ കുഞ്ഞ് സംസാരിക്കാൻ ഇടവരുന്നത്. നമുക്ക് നിർബന്ധമായിട്ടും മക്കളെ പഠിപ്പിക്കേണ്ടതും നമ്മുടെ കുടുംബത്തിൽ സംസാരിക്കുന്ന സംസാര ഭാഷ എന്തായാലും അവർ ഉപയോഗിക്കാൻ ശീലിക്കണം. അതുതന്നെയാണ് നമുക്ക് പരസ്പരം സംസാരിക്കാൻ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ മക്കളും ഇത് സംസാര ഭാഷ എപ്പോഴും ഭാഷ ഒരു ബന്ധത്തിൻ്റെ കൂടി ഒരു മാധ്യമമാണല്ലോ. അതുകൊണ്ട് മക്കളും മാതാപിതാക്കളും സംസാരിക്കുന്ന ഭാഷ പരസ്പരം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയാകുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് ബന്ധങ്ങൾ വളരുന്നത്. മക്കൾ ഇംഗ്ലീഷ് സംസാരിക്കുകയും മാതാപിതാക്കൾ മലയാളം സംസാരിക്കുകയും ചെയ്യുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാത്ത രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമ്പം അവിടെ ബന്ധങ്ങൾ അകലാൻ തുടങ്ങും. അതുകൊണ്ട് തീർച്ചയായിട്ടും കുടുംബങ്ങളിൽ പരസ്പരം മനസ്സിലാകുന്ന ഒരു ഭാഷ അനിവാര്യമാണ്. രണ്ടാമത്, സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സംസാരിക്കുന്നവർ മാത്രമാകാതെ കേൾക്കുന്നവർ കൂടി ആകണം എന്നുള്ളതാണ് ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനപരമായൊരു നിയമം. എന്ന് വെച്ചാൽ ലിസണിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. പറയുന്നവർ മാത്രം ആകരുത്, കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാകണ്ടേ. ചിലപ്പോഴെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലെ പ്രതിസന്ധി ഉണ്ടാകാനുള്ള ഒരു കാരണം നമ്മളെല്ലാവരും പറയുന്നവരാണ്, കേൾക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. കേൾക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകണം. മൂന്നാമത്, ഒരു ആശയവിനിമയത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം നന്നായി ചിന്തിക്കാൻ കഴിയണം. എന്ന് വെച്ചാൽ ചിന്തിച്ചു പറയുന്ന രീതി മക്കളെ പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ചിലപ്പോൾ അതിനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം. ചില സമയങ്ങളിലൊക്കെ വായിക്കാൻ, വചനം വായിക്കാൻ, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ, നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന നല്ല ചിന്തകൾ കേൾക്കാൻ മക്കൾക്കിടയാകണം. ഒരു പക്ഷേ നല്ല പ്രസംഗങ്ങളും നല്ല ധ്യാനങ്ങളും പങ്കെടുക്കാൻ കഴിയുന്നത് വളരെ നല്ലതാണ്. കാരണം അങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്നാണ് നല്ല ചിന്തകളും ഉണ്ടാകാനിടയുള്ളത്. ഇങ്ങനെ നല്ല ചിന്തകളും നല്ല കേൾവിയും നല്ല സംസാരവും ഉണ്ടാകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നല്ല ആശയവിനിമയം തീർച്ചയായിട്ടും ഉണ്ടാകും. ആശയവിനിമയം പരസ്പരം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന സംസാരമാകണം എന്ന് നമ്മൾ പറയാറുണ്ട്. എപ്പോഴും അടിച്ചിരുത്തി സംസാരിക്കുന്ന, നെഗറ്റീവായിട്ട് മാത്രം പറയുന്ന വ്യക്തികളാകരുത്. പരസ്പരം കുടുംബത്തിൽ മാത്രമല്ല മറ്റുള്ളവരെ കുറിച്ചാണെങ്കിലും നല്ലത് പറയുക. തിരുത്തലുകൾ ആവശ്യമാണ്, തിരുത്തണം. തുറന്ന മനസ്ഥിതിയോടെ നമ്മൾ സംസാരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ തെറ്റാണ് ചെയ്തതെന്ന് പറയാൻ പറ്റുന്നൊരു ധൈര്യം കുടുംബത്തിൽ ഉണ്ടാകണം. അങ്ങനെ പറയുമ്പോൾ മാത്രമേ അവർ തിരുത്തുള്ളൂ, മനസ്സിലാക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരസ്പരം തുറന്ന് സംസാരിക്കുന്ന, തിരുത്തുന്ന ഒരു സംസാര രീതി, പെരുമാറ്റം ഉണ്ടാകണം. പിന്നെ സംസാരത്തിൽ കുടുംബത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവരാകരുത്. തിരുത്തലുകളും അതുപോലെ തുറന്ന് സംസാരിക്കുന്നത് എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ അഹിംസാനിർഭരമായ സംസാരമാകണം. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പൊതുവായി എല്ലാവരുമായി സംസാരിക്കും, പക്ഷേ വ്യക്തിപരമായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് സംസാരിക്കാനും സമയം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. കാരണം ചിലപ്പോഴെങ്കിലും ചില മക്കൾക്ക് അപ്പനോട് കൂടുതൽ സമയം സംസാരിക്കണം, അല്ലെങ്കിൽ അപ്പനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അമ്മയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അപ്പം അതുകൊണ്ട് അങ്ങനെ അവർക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കാനുള്ള ചില സമയങ്ങൾ ഉണ്ടാകണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില സമയങ്ങളിൽ മിണ്ടാതിരിക്കുന്നതും ബുദ്ധിയാണെന്നും അല്ലെങ്കിൽ നന്മയാണെന്നും പഠിപ്പിക്കുന്ന ഒരു ജീവിതശൈലിയും ഉണ്ടാകണം. എന്ന് വെച്ചാൽ എല്ലാത്തിനും എല്ലായ്പ്പോഴും ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ അതിന് ഉത്തരമില്ലെന്ന രീതിയിൽ അതിനെക്കുറിച്ച് ആലോചിക്കാനൊരു സമയം മൗനം പാലിക്കുന്നതും വളരെ നല്ലതാണ്. കുടുംബം അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുള്ള സ്ഥലമായിട്ട് മാറണം. അതായത് പഠിക്കാനും വളരാനും പരസ്പരം മനസ്സിലാക്കാനും കഴിയുന്ന സ്വാതന്ത്ര്യമുള്ളൊരിടമായിട്ട് മാറുമ്പം ഒരുപാട് നന്മകൾ നമ്മുടെ കുടുംബത്തിൽ പഠിക്കാനിട വരും. അപ്പം അങ്ങനെ ഒരു നല്ല കുടുംബത്തിലെ നല്ല ആശയവിനിമയമുള്ള, നന്നായി സംസാരിക്കാൻ കഴിയുന്ന, നന്നായി പെരുമാറാൻ കഴിയുന്ന, നന്നായി ജീവിക്കാൻ കഴിയുന്ന ഒരു നല്ല ക്രിസ്തീയ കുടുംബമാകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം,
കുടുംബങ്ങളിൽ ഒന്നിച്ച് ഇരുന്ന് സംസാരിക്കാൻ നാം സമയം കണ്ടെത്താറുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം വളരെ പ്രധാനമായിട്ട് സംസാരിക്കേണ്ടത്? രണ്ടാമത്തെ ചർച്ച ചെയ്യാനുള്ളത്, നമ്മുടെ കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ സമയം ആവശ്യമല്ലേ? അത് എങ്കിൽ എപ്പോഴൊക്കെ ആയിരിക്കാം നമുക്ക്, അല്ലെങ്കിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെ ആയിരിക്കാം വ്യക്തികൾ തമ്മിൽ സംസാരിക്കാൻ സമയം കണ്ടെത്തുക? മൂന്നാമത്തെ ചോദ്യം, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ അംഗമെന്ന രീതിയിൽ നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട ചില നല്ല രീതികൾ, ശൈലികൾ എന്തൊക്കെയായിരിക്കാം?